അടുത്ത പാർട്ടിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 3 ലോ ആണ്. അപ്പോൾ ഗ്യാസ് ലോ, ഫസ്റ്റ് വൺ ബോയിൽസ് ലോ, രണ്ടാമത്തത് ചാൾസ് ലോ, മൂന്നാമത്തത് അവഗാഡ്രോസ് ലോ. ഫസ്റ്റ് വൺ ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the given volume of definite mass of a gas, അതായത് ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്, ഒരു നിശ്ചിത മാസ് എടുത്തിരിക്കുന്ന ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ മർദ്ദത്തിനോട് വിപരീത അനുപാതമായിരിക്കും. Volume of definite mass of a gas is inversely proportional to the pressure. V is inversely proportional to pressure. T constant ആണെങ്കിൽ, when T is temperature is a constant. അപ്പോൾ Boyle's law states that when temperature is constant, the volume of definite mass of gas is inversely proportional to its pressure. അതായത് നമ്മളിപ്പോൾ ഒരു സിറിഞ്ച് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സിറിഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ നമ്മൾ കൂടുന്തോറും ആ വോളിയം എന്തായിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞു വരികയാണ്. പ്രഷർ കൂടുന്തോറും വോളിയം എന്തായിക്കൊണ്ടിരിക്കുകയാണ്, കുറയാണ്. അല്ലെങ്കിൽ വോളിയം കുറയും തോറും പ്രഷർ എന്ത് ചെയ്യുവാണ്, ഇൻക്രീസ് ചെയ്യുവാണ്, കൂടുവാണ്. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. ഇനി അടുത്തത് ചാൾസ് ലോ. ചാൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when pressure is constant, മർദ്ദം കോൺസ്റ്റന്റ് ആണെങ്കിൽ, വോളിയം is directly proportional to temperature. വോളിയം എന്ന് പറയുന്നത് താപനില, ടെമ്പറേച്ചറിനോട് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വ്യാപ്തം താപനിലയോടായിരിക്കും നേർ അനുപാതം. അതായത് V/T എന്ന് പറയുന്നത് ഒരു, ഇങ്ങോട്ട് വരുമ്പോൾ V/T എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ PV എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബലൂണുകളൊക്കെ അല്ലെ, നമ്മളിപ്പോ നല്ല വെയിലുള്ളപ്പോൾ ഒരു ബലൂണൊക്കെ എടുത്ത് നന്നായിട്ട് വിരിപ്പിച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം കൂടും, അതിന്റെ വോളിയം കൂടുകയും അതെന്ത് ചെയ്യും, പൊട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ചാൾസ് ലോ പറയുന്നത്. ഇനി അടുത്തത് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ പറയുന്നത് ഈ പറയുന്ന ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് തന്മാത്രകളുടെ എണ്ണം, ഇതാണ് n, സ്മോൾ എന്നിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പാർട്ടിൽ പഠിക്കുന്ന 3 ലോ. പാർട്ട് 2 നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അതിനകത്ത് അതിന്റെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പാർട്ട് 1 തന്നെ നമുക്ക് സാധാരണയായിട്ട് ഒരു ബോക്സ് ടൈപ്പ് ചോദ്യം കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ നിർത്താം. അപ്പോൾ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ഇതിനകത്ത് ഓക്സിജൻ തന്നിട്ടുണ്ട് 64, 64 ഗ്രാം ഓക്സിജൻ ഞാൻ എടുത്താൽ എനിക്കറിയാം അതിന്റെ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് 16 + 16 which is equal to 32 ഗ്രാം ആണ് അല്ലെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് തന്നാൽ മതി, ബാക്കിയുള്ള എല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി 64 ഗ്രാമിലുള്ള മോൾ മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മോൾ എന്ന് പറയുന്ന GMM ആണ്, 32 ആണ്. അപ്പോൾ 64 ആണെങ്കിൽ ഗിവൺ മാസ് ബൈ GMM മുമ്പ് ചെയ്തതാണ്, 64/32, അതായത് 2. ഇനി ആറ്റം മോളിക്യൂൾ ആണെങ്കിൽ മോൾ ആറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരെണ്ണത്തിനകത്ത് 2 എണ്ണം, അപ്പൊ 2 എണ്ണത്തിനകത്ത് 2 × 2 which is equal to 4. ഇനി വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോളിക്യൂൾസിലേക്കാണ് പോകുന്നത്, ആറ്റത്തിലല്ല മോളിക്യൂൾസിൽ. ഒരു മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2 മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 22.4 × 2 44.8 ലിറ്റർ. അടുത്തത് NH3. NH3യുടെ ഗ്രാം മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് 3 + 14 which is equal to 17 ഗ്രാം ആണ്. ഇതിന്റെ ഗിവൺ മാസ് തന്നിട്ടില്ല, പക്ഷെ മോൾ മോളിക്യൂൾ തന്നിട്ടുണ്ട് 3. 3 മോൾ ആണ് തന്നിട്ടുണ്ട് അല്ലെ, 3 മോൾ മോളിക്യൂൾ. അപ്പൊ ഒരു മോൾ ആണെങ്കിൽ അതിന്റെ മാസ് ആണ് ഈ പറയുന്നത് 17 ഗ്രാം. അപ്പൊ 3 മോൾ ആണെങ്കിൽ 3 × 17 which is equal to 51 ഗ്രാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് 17 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു മോളാണ്. അപ്പൊ 3 മോൾ എന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 17 which is equal to 51. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇക്വേഷനിൽ ഇട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM ആണ് അല്ലെ. അപ്പൊ ഇത് നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട് ഇവിടെ 3, GMM 17 ആണെന്ന് കിട്ടും. അപ്പോൾ 3 × 17 which is equal to ഗിവൺ മാസ് 51. അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത മോളാറ്റം കണ്ടുപിടിക്കാൻ ഒരു NH3-ക്കകത്ത് 4 ആറ്റം. അപ്പൊ 3 NH3 മോളിക്യൂളിനകത്ത് എത്ര ആറ്റം ഉണ്ടാവും? ഒരു വണ്ടിക്കകത്ത് 4 പേര് കയറി കഴിഞ്ഞാൽ 3 വണ്ടിക്കകത്ത് എത്ര പേര് വരും? 3 × 4 which is equal to 12. ഇതിന്റെ വ്യാപ്തം വോളിയം HSTP കാണാൻ വേണ്ടി ഒരു മോൾ 22.4 ലിറ്റർ ആണ്, ഇവിടെ 3 മോൾ ഉണ്ട്. അപ്പോൾ 3 × 22.4 67.2 ലിറ്റർ. ഇനി ലാസ്റ്റ് വൺ H2O തന്നിരിക്കുന്ന മോൾ ആറ്റം 9 ആണ് അല്ലെ, മോൾ ആറ്റം 9. അപ്പൊ ഇതിൽ നമുക്ക് മോൾ മോളിക്യൂൾ കണ്ടുപിടിക്കാൻ, ഇതിൽ നിന്ന് മോൾ ആറ്റം കണ്ടുപിടിക്കാൻ നമ്മള് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്യണം. അതായത് 9/3 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും.
ഇനി നോക്ക്, ഒരെണ്ണത്തിനകത്ത് 3 എണ്ണം, അപ്പൊ 3 എണ്ണത്തിനകത്ത് 9, അപ്പൊ 9 ആറ്റം, 9 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടിക്കകത്ത് 3 പേരും എന്ന് പറഞ്ഞാൽ എത്ര വണ്ടി വേണ്ടി വരും? ഒരു വണ്ടിക്കകത്ത് 3 പേരാണെങ്കിൽ 9 പേരുണ്ടെങ്കിൽ 9/3, 9/3 3. അതാണ് മോളിക്യൂൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്, ഒരു വാഹനം പോലെയാണ്. അതിനകത്തുള്ള ആളുകളാണ് ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്നത്. അപ്പോ 4 ആറ്റം 2, 12, 3, 9, 3. ഇത് കിട്ടുന്ന ഒരെണ്ണത്തിനകത്ത് 2 പേരാണെങ്കിൽ 2 എണ്ണത്തിനകത്ത് 4 പേര്, ഒരെണ്ണത്തിനകത്ത് 4 പേരാണെങ്കിൽ 3 എണ്ണത്തിനകത്ത് 12 പേര്, ഒരെണ്ണത്തിനകത്ത് 3 ആണെങ്കിൽ 3 എണ്ണത്തിനകത്ത് 9 പേര്. ഇനി ഇതിൽ നിന്ന് 3 ഇവിടെ ഇതിൽ തന്നെയാണ്, അതുകൊണ്ട് ഇത് മാറ്റമല്ല. 67.2 ലിറ്റർ. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി H2O ഇത് നമുക്കറിയാം 18 ഗ്രാം, 16+2. ഇനി 3 × 18 അല്ലെ, ഇവിടെ ചെയ്ത പോലെ തന്നെ 3 × 17 51 കിട്ടിയവിടെ ഇവിടെ 3 × 18 വരും. 3 × 18 50.